ഹായ്. നമ്മൾ ഒരുപാട് ബേസ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈയൊരു രീതിയിൽ ബേസ്മെൻറ്റ് ചെയ്യണത് ആദ്യമായിട്ടാണ്. ഇത് നമ്മൾ എറണാകുളം പിറവത്ത് ചെയ്യണ ഒരു പ്രൊജക്റ്റാണ് കേട്ടോ. നമ്മളെ ക്ലയൻറ്റ് ജിജുചേട്ടൻ ആൾ പുറത്താണ്. ഏകദേശം ഒരു കഴിഞ്ഞ 8 മാസം മുന്നേ ആൾ വെക്കേഷന് വന്ന സമയത്താണ് നമ്മൾ ഈ ഒരു വർക്ക് ബുക്കിംഗ് ചെയ്തതും അതേപോലെ ഈ ഒരു വീടിൻ്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ ഒരു കാണുന്ന ഒരു പൂളുണ്ടല്ലോ, ഇതൊന്നും നമ്മളന്ന് ഡിസ്കഷൻ ചെയ്യണ സമയത്ത് ഈ വീട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് എനിക്കും അറിയണ്ടായിരുന്നില്ല, ആൾക്കും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ പില്ലേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നത് നമ്മളെ ഈ പ്ലോട്ട് ഒരുപാട് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ആ മതിൽ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ ഏരിയയും അതേപോലെ അപ്പോഴത്തെ ഒരു ബെഡ്റൂമും നമ്മൾക്ക് ഇതേപോലെ സ്ലാബിൽ ചെയ്യാമെന്നുള്ളത് ഇതിന് മുൻകൂട്ടിയ ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ആ പൂള് കിടക്കുന്ന സ്ഥലം ഒരു കോട്ടിയാട് പോലെ, അത് നമ്മൾ ഈ സ്ലാബിൽ ഉൾപ്പെടുത്തിയതല്ല, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലം ഞാൻ ഇതിൻ്റെ സെറ്റിംഗ് ഔട്ട് ചെയ്യണം അന്ന് രാത്രിയാണ് ഞാൻ ജിച്ചേട്ടനോട് ഡിസ്കഷൻ ചെയ്തത്. ജിച്ചേട്ടാ, ഇവിടെ ഇതേ രീതിയിൽ നമുക്കൊരു പൂള് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യണ ഒരു പൈസയ്ക്ക്, അതായത് ഇത്രയും രൂപയ്ക്ക് നമുക്കതിനൊരു ബെനിഫിറ്റ് ആവും എന്നുള്ളത് പറയാൻ കാരണം നമ്മളിപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇവിടെ സ്ലാബിലാണ് ഈ ഒരു ഏരിയ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം അവിടെ ഒരു രണ്ട് കോട്ടിയാടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതൊന്ന് കോട്ടിയാടാക്കാണ്ട് അവിടെ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് പൂളാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് പറയേണ്ട താമസം ആ ഒരു നിമിഷം തന്നെ, അതായത് നമുക്ക് ഒരു വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു ഐഡിയാസ് ഇതേപോലെ തോന്നുമ്പോൾ ക്ലയൻറ്റും കൂടി അതിന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കത് ഇതിൽ പ്രാബല്യത്തിൽ വരുത്താൻ പറ്റുക. ആളതിനപ്പം തന്നെ പച്ചക്കോടി വീശിയ കാരണം കൊണ്ട് നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തു, നമ്മളവിടെ പൂളാക്കി. ഇപ്പോൾ ഈ കാണുന്നത് നമ്മളെ സൈറ്റിൽ നിന്നും ഏകദേശം ഒരു 100 മീറ്റർ താഴെ ഒരു കുളമുണ്ടായിരുന്നു. കാരണം അവരുടെ വീട്ടിൽ ഓൾറെഡി കിണറുണ്ട്. പക്ഷേ നമ്മളെ ഇത്രയും വലിയ കോൺക്രീറ്റിൽ ചെയ്യണ ബേസ്മെൻറ്റ്, അതുകൂടാണ്ട് ഇനിയിപ്പോൾ ഈ വേനൽക്കാലത്താണ് ഇപ്പോൾ നമ്മളതിൻ്റെ കൺസ്ട്രക്ഷൻ ഫുള്ള് ചെയ്യാൻ പോണത്. അപ്പോൾ അതിലേക്ക് അതിനുള്ള വെള്ളം നമുക്ക് കംപ്ലീറ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ണില്ലേ, ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി ഏകദേശം 100 മീറ്ററാണ് ഇപ്പോൾ ഈ പൈപ്പ് തന്നെ ഉള്ളത്. 100 മീറ്ററിൻ്റെ അടുത്ത് നമ്മൾ കേബിളും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇത്രയും ദൂരത്താണ് നമ്മളൊരു മോട്ടർ വെച്ച് ഇവിടെ നിന്നാണ് നമ്മൾ ഈ വീടിന് വേണ്ട കംപ്ലീറ്റ് വെള്ളവും കാര്യങ്ങളും അടിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഞങ്ങളുടെ സ്കോപ്പിൽ പെടുന്ന വർക്കല്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലയൻറ്റ് പുറത്തായ കാരണം കൊണ്ടും പിന്നെ ഈ വീട്ടിൽ ആളുടെ അപ്പച്ചൻ മാത്രമേ ഉള്ളൂ, കുറച്ച് വയസ്സായതാണ്. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സൈറ്റിനനുസരിച്ചിട്ടും ചില ക്ലയൻറ്റിനനുസരിച്ചിട്ടും മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അത് ഞാനെന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ വർക്ക് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അവരെ കിണറ്റിൽ നിന്നാണ് വെള്ളം അടിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം പകുതി ആയപ്പോൾ തന്നെ നമ്മളുടെ വെള്ളം തീർന്നു പോയി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ക്ലയൻറ്റിനോട് ചോദിക്കും അടുത്ത ഓപ്ഷൻ എന്താണെന്ന്. അപ്പോൾ അവരാണ് പറയണത് ഇങ്ങനെ താഴത്ത് നമുക്കൊരു കുളമുണ്ട്, നമുക്ക് അവിടുന്ന് അടിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനോജ് അതിന് വേണ്ടത് എന്താ വേണ്ടത് ചെയ്തോളൂ, നമുക്കത് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ദൂരം നോക്കി അതിന് എത്രേൻ്റെ മോട്ടർ വേണം, അതിന് എത്ര പൈപ്പ് വേണം, ആ കാര്യങ്ങളൊക്കെ എന്നോട് നോക്കി മേടിച്ച് ആ വെള്ളത്തിൻ്റെ ആ റിസ്ക് നമ്മളോട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൽ പൈസയുടെ ഒരു കമ്പാരിസൺ വരാൻ പാടില്ല. അതായത് ഇതിന് എത്ര രൂപ വരും, സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റാണ് ഇതൊക്കെ ചെയ്തു തരേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു കാര്യം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ഇതേപോലെ വെള്ളം എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 100 മീറ്റർ മുകളിലേക്ക് ഉയരാണിത്, ഉയരത്തേക്ക് തള്ളണമെന്നുണ്ടെങ്കിൽ നല്ല മോട്ടർ മേടിക്കണം. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല പൈപ്പും മേടിക്കണം. ഒന്നാമത് കൺസ്ട്രക്ഷൻ സൈറ്റാണ്, പിന്നെ അപ്പുറത്ത് പറമ്പിലിടാനുള്ളതാണ്. അപ്പോൾ ക്ലയൻറ്റ് നമ്മളോട് നിങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് തീർച്ചയായിട്ടും ചെയ്യും. അത് അതിൻ്റെ കറക്റ്റായിട്ട് രീതിയിൽ, അതായത് ഏതോ സാധനം വേണ്ട അത് നമ്മൾ നോക്കി മനസ്സിലാക്കി നല്ല സാധനം തന്നെ നമ്മൾ നോക്കി മേടിച്ചിട്ടാണ് സൈറ്റിൽ ഇൻസ്റ്റാളേഷൻ ചെയ്തത്. ഞാനിത് ഇത്രയും എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു മോട്ടറിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റായിട്ടൊരു പ്രൊജക്റ്റിൽ നിന്ന് വിഡ്രോവലായി പോരുന്നത്. അതായത് ഒരു പ്രൊജക്റ്റ് ഞാൻ ഒഴിവാക്കിയത് ഇങ്ങനത്തെ ഒരു മോട്ടറിൻ്റെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടാണ്. ഇതുപോലെ തന്നെ ക്ലയൻറ്റ് വിദേശത്തുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു അതും. പക്ഷേ ആ ക്ലയൻറ്റ് അതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് അയാളൊരു ഫ്രണ്ട് അതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നത്. ആ ഫ്രണ്ട് മുഖാന്തരം ഇതേപോലെ തന്നെ ഒരു മോട്ടറിൻ്റെ ഇഷ്യൂ, അതായത് അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആളുടെ ഫ്രണ്ട് ഒരു മോട്ടർ കൊടുന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്തു. ആ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തിരക്കുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ നേരിട്ടൊന്നല്ല, അയാളൊരു സ്റ്റാഫിനെ അല്ലെങ്കിൽ ഒരാളെ വിട്ട് പറഞ്ഞയച്ചിട്ടൊരു കടയിൽ നിന്ന് മോട്ടർ ഫിറ്റ് ചെയ്തു. വിഷയം എന്തുണ്ടായി ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും ആ മോട്ടറിൻ്റെ കൂട്ടുവളവിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളെ വർക്കേഴ്സിന് മോട്ടർ അടിക്കാൻ. അതും ചില സമയത്ത് എത്ര വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ മോട്ടറിൽ നിൽക്കില്ല. അപ്പോൾ ലീക്ക് ഉണ്ട് എന്നുള്ളത് ഓൾറെഡി അറിയാം, അതാണല്ലോ എല്ലാ ദിവസവും ഒഴിക്കേണ്ടി വരും എന്ന് പറയണത്. ഞങ്ങളത് വിളിച്ച് പറയുന്ന സമയത്ത് ആൾക്കതൊരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നി.
പിന്നെ മീഡിയേറ്റർ, അതായത് ഫ്രണ്ടിനെ കുറ്റം പറയണ പോലെ തോന്നി. ഞങ്ങൾക്കാണെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് നടക്കാത്തൊരു സാഹചര്യം വന്നു. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സ്റ്റാഫും അമ്മും ഞാനും എല്ലാവരും ഹെഡേക്കായിട്ട് പറഞ്ഞു നമുക്ക് ഈ പ്രൊജക്റ്റ് വേണ്ട. കാരണം പിന്നെ ഒരു എഗ്രിമെൻറ്റ് എഴുതിയ സമയത്ത് അവർ ബേസ്മെൻറ്റിന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് വീട് വെക്കാനുള്ള ഒരു എഗ്രിമെൻറ്റ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ബേസ്മെൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞത് കൂടിയിട്ട് ഞങ്ങളത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുക ചെയ്തത്. ഇത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതേ സ്ഥാനത്താണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 20 മീറ്ററിൻ്റെ പൈപ്പ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 100 മീറ്റർ പൈപ്പ് നമ്മൾ ഏകദേശം 80 മീറ്റർ അപ്പുറത്തുനിന്ന് വെള്ളം കൊടുന്നിട്ട് ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ വർക്ക് എൻ്റെ പണിക്കാർ രാവിലെ നനയ്ക്കണു, വൈകിട്ട് നനയ്ക്കണു. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ല, ആ പൂളിലടക്കം നമ്മൾ വെള്ളം നിറച്ചിട്ടിരിക്കണം. അപ്പോൾ ഇത്രയും സ്മൂത്തായിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സിനാണ് ഇത്രയും ഹെഡേക്ക് നമുക്ക് തന്നത്. കാരണം നമ്മളൊരു മോട്ടർ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഒരു സൈറ്റിൽ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മോട്ടറിന് 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ വാറണ്ടി ഉണ്ടായിരിക്കും. ആ വാറണ്ടി പീരീഡിലൊന്നും ഒരിക്കലും ഒരു മോട്ടർ കേടില്ല. നിങ്ങൾക്ക് തന്നെ അറിയില്ല, ഇപ്പോൾ ഞാൻ ഇത്രയും ദൂരത്ത് കൊണ്ടുവച്ച മോട്ടർ അവർ പോകുന്നു, സ്വിച്ച് ഇടണു, വെള്ളം വരണു, അത്രേ ഉള്ളൂ. ആ നേരത്ത് നമ്മൾ ആ മോട്ടർ ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ സമയത്ത് വർക്കാവാണ്ടിരിക്കുകയാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 100 മീറ്റർ നമ്മളെ താഴത്ത് പോയി പണിക്കാരിൽ അത് വെള്ളം നിറച്ചിട്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരാളെ അല്ലെങ്കിൽ 2 ആളെ ഇതിന് മാത്രമായിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അന്ന് ആ ക്ലയൻറ്റിനോട് ഞാൻ പറഞ്ഞതാണ്, ഒരു മോട്ടറല്ലേ ഇതിനൊക്കെ ഗ്യാരണ്ടി ഉള്ള സാധനം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കടക്കാരോട് പറഞ്ഞാൽ അവർ മാറ്റി തരണം. കാരണം ഒരു മോട്ടർ വെച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ വീട്ടിൽ വയസ്സായ 2 ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോട്ടറിൽ വെള്ളം വരണം. അല്ലാണ്ട് ഇപ്പോൾ വയസ്സായ ആൾക്കാരോട് പോയിട്ട് നിങ്ങളതിൽ കൂട്ടുവാൾവിൽ പോയിട്ട് വെള്ളം ഒഴിക്കുന്നൊന്നും പറയാൻ ഒരിക്കലും പറ്റില്ല. ഒരു പ്രാവശ്യമൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ദിവസം ഇതാണ് 2 നേരം 3 നേരം നനയ്ക്കാം, 3 നേരം നമ്മൾ കൂട്ടുവാൾവിൽ വെള്ളം ഒഴിക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്നെപ്പോലത്തെ ഒരാൾക്ക്, കാരണം ഞാൻ പല സമയത്തും പല സൈറ്റിലുകളായിരിക്കും, അതും പല ജില്ലകളിൽ. ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എറണാകുളത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഈ മോട്ടർ ശരിയായി കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ ഭായിമാർക്ക് എല്ലാവർക്കും ഈ മോട്ടറിനെയും ഇലക്ട്രിക്കലിനെ കുറിച്ചിട്ട് നോളേജ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ചെയ്തതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജിച്ചേട്ടൻ പറഞ്ഞത് നല്ല സാധനം മേടിക്കുമോ, പൈസ നോക്കണ്ട. അതുകൊണ്ട് നമ്മൾ നല്ല സാധനം മേടിച്ച് ഫിറ്റ് ചെയ്തു, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ മേടിക്കുമ്പോൾ തന്നെ അവരോട് ചോദിച്ചു വാറണ്ടി ഇല്ലേ, വാറണ്ടി ഉണ്ട്, എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സാധനം മാറ്റി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് 2 ക്വാളിറ്റിയാണ്. അതായത് ഈ ഒരു വീട് ഇപ്പോൾ നിങ്ങളിപ്പോൾ നേരത്തെ കണ്ട ഈ പില്ലറിൻ്റെ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അടിയിലാണല്ലോ അത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോട്ടിയാട് വേണ്ട, നമ്മളവിടെ പൂളാക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് ക്ലയൻറ്റ് ഓക്കെ എന്ന് പറഞ്ഞു ഓൺ ദ സ്പോട്ടിൽ സമ്മതിച്ചത്. അതേപോലെ ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് അത് അവർ, അതായത് നാട്ടിലില്ലാത്ത ആൾക്കാരാണ്, നേരെ മറിച്ച് നാട്ടിൽ ക്ലയൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം ഓക്കെ നിങ്ങൾ വെള്ളം ശരിയാക്കി വയ്ക്കുക, അന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വർക്കേഴ്സിനെ എടുത്തിട്ട് പോരാം. ഇതങ്ങനെയല്ല, നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടാണ് ഇവർ, അതായത് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവർ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണല്ലോ നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനത്തെ വർക്കുകൾ ഏൽപ്പിക്കണത്. അപ്പോൾ അവർ ചിന്തിക്കണം എന്താ, ഇവിടെ എന്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും നമ്മളാണ് അവർക്ക് ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കുക. ആ ഒരു ട്രസ്റ്റിൻ്റെ മുകളിൽ, അത് സത്യം പറഞ്ഞത് ഒരു ട്രസ്റ്റാണ്. നമ്മളെ വിശ്വസിച്ച് കഴിഞ്ഞ് പിന്നെ വിശ്വാസം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൽ ഈ പറഞ്ഞ മാതിരി എക്സ്പെൻസ് വരും. ഇപ്പോൾ ഒരു മോട്ടർ മേടിക്കണതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് പിശുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 1000-2000 രൂപയൊക്കെ ലാഭിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ 1000-2000 കൊണ്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം 2000 രൂപ ഒരു ക്ലയൻറ്റ് ലാഭിക്കുന്ന പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. കാരണം ഞാൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോയിട്ട് നമുക്ക് ആ 2000-നേക്കാളും വലിയ എക്സ്പെൻസ് ആയിരിക്കും അവിടെ എത്തണത്. അപ്പോൾ എന്തൊക്കെ ആയി കഴിഞ്ഞാലും ഇതിന് മുന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഒരു പൂള് വരും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 5 അടിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി 2 അടി പ്ലിന്തും കൂടിയും വരും. അപ്പോൾ ഏകദേശം 7 അടിയോളമാണ് നമ്മളെ ഇപ്പോഴത്തെ ഒരു ടാങ്കിൻ്റെ ഡെപ്ത് ഉണ്ടായിരിക്കുക. അത് ടൈലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊരു 6 അടി ഡെപ്തായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ക്ലയൻറ്റിനെ കുറിച്ചിട്ട് ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പൂതി ഉണ്ടായിട്ടോ കാര്യമില്ല, നമുക്ക് ചെയ്ത് കാണിച്ചു തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്ലയൻറ്റ് അതുപോലെ ഇതായിരിക്കണം, വില്ലിങ് ആയിരിക്കണം. നമ്മൾ പറയുന്ന സജഷൻസ് എടുക്കാനും നമ്മൾ പറയുന്ന ഐഡിയാസ് ഉൾക്കൊണ്ടാലും മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ഏറ്റവും ഭംഗിയാക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഒരു വീട് വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ് തള്ളിയതാണോ അതല്ല അത് സത്യമാണോ എന്നുള്ളത് ഈ ഒരു വീടിൻ്റെ ഫൈനൽ ഫിനിഷ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ എലമെൻറ്റും നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സജഷൻ പറയുമ്പോഴും അതേപോലെ തന്നെ ആളുടെ സജഷൻ നമ്മളോട് പറയുന്ന സമയത്തും നമ്മൾക്ക് ആക്റ്റായ, അതായത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ സ്വാതന്ത്ര്യം തരുന്ന ക്ലയൻറ്റാണ് ജയിച്ചേട്ടൻ. അതുകൊണ്ട് ഈ വീട് എൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ കാണുമ്പോൾ അറിയാം.